എന്തൊട്ട് തേങ്ങ കൊറേ കാലമായില്ല കണ്ടിട്ട്. അല്ലാന്നേ ഞാൻ പിന്നെ സാറിന് എന്നും കണ്ടു. അപ്പൊ എനിക്കൊരു തേങ്ങയില്ല. ഇത് ഈ ഇടയ്ക്ക് ഒരു തേങ്ങയായിട്ട് അങ്ങ് വയനാടിലോട്ട് പോയി പ്രശ്നമായില്ലേ ചായക്കടക്കനായിട്ട്? ആ ആ ആ കണ്ട് 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 അതെന്താ അറിയോ, AYF കാരാണ്. അവര് പറഞ്ഞു നമുക്കൊരു ചായക്കട തുടങ്ങിയിട്ട് ആ ഫണ്ട് മുഴുവൻ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു വയനാട്ടുകാർക്ക്. അപ്പൊ എന്ത് ചെയ്തു? മുണ്ടകയിലായിരുന്നു. അല്ലെന്നേ നമ്മള് തൃശ്ശൂര് നടത്തി. തൃശ്ശൂര് നമ്മുടെ കോർപ്പറേഷൻ മുമ്പില് അങ്ങോട്ട് പോയിട്ട് ചായക്കടയിൽ അലക്കുക. മീറ്റർ കണക്കിനാണ് അടിച്ചത്. പണ്ടൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാന് യാത്രാമൊഴി എന്ന് പറഞ്ഞ എന്റെ ആദ്യത്തെ പടം നമ്മുടെ ശിവാജി സാറും ലാലേട്ടനും തിലകൻ ചേട്ടനും നെടുമുടി വേണുചേട്ടനൊക്കെ ഒരു വലിയ താരനിരയുള്ള അതിനകത്ത് കാസ്റ്റ് ചെയ്തത് ചായക്കടക്കാരനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചായ അടിക്കുന്ന കാര്യത്തിൽ അന്ന് വരെ വലിയ പിടിയില്ല. ചായ കുടിച്ചിട്ട് ശീലമുള്ളൂ. അപ്പൊ ഡയറക്ടർ പ്രതാപത്ത് എന്നോട് ചോദിച്ചു, ഡാ നിനക്ക് ചായ അടിക്കാൻ അറിയോ വാടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ അടിക്കാൻ അറിയില്ല. ചായ അടിക്കാൻ പഠിച്ചിട്ട് വാടാ. അങ്ങനെ ഞാൻ അപ്പുറത്തൊരു ചായക്കടക്കാരന്റെ പോയിട്ട് അടുത്ത് പോയിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ അടിക്കണം, അടിക്കണം, ഇങ്ങനെ അടിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ചെരിയണം. ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വേണുചേട്ടനാ സജസ്റ്റ് ചെയ്യുന്നു, നെടുമുടി വേണുചേട്ടൻ. അങ്ങനെ ഞാൻ ജോൺ ബോൾ അങ്കിളിന്റെ റൂമിൽ വന്നിരുന്നിട്ട് ഞാൻ താമസിച്ചു. ഞാൻ പുതിയ ആളാ എങ്കിലും അവരുടെ കൂടെ കൂടി. അങ്ങനെ എന്നോട് ജോൺ ബോൾ അങ്കിൾ പറഞ്ഞു, നീ പൊയ്ക്കോ ഇന്ന് ഷൂട്ടിങ്ങിന് പോ. ഞാൻ പറഞ്ഞു ഷൂട്ടിങ്? ആ പൊയ്ക്കോ, ഇന്ന് സീനാണ്, പൊക്കോ. പോകുന്ന വഴിക്ക് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ആരുടെ കൂടെയാ സീൻ എന്ന് ചോദിച്ചപ്പോ ഡ്രൈവർ പറഞ്ഞു ശിവാജി സാറിന്റെ കൂടെയാ. തകർന്നു പോയല്ലേ? ശിവാജി ഗണേശൻ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നടനാണ്. അവിടെ ചെന്ന് അപ്പോഴാണ് ഈ പ്രതാപോത്തൻ എന്നോട് ചോദിച്ചത് നീ ആരാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചായക്കടക്കാരനായിട്ട് അഭിനയിക്കാൻ വന്ന. നീ ആരാണ്? ഞാൻ പറഞ്ഞു ഐ എം എ തിയേറ്റർ പേഴ്സൺ. ഓ യു ആർ എ തിയേറ്റർ ആക്ടർ, വെരി ഗുഡ്, ഡയലോഗ് പറഞ്ഞേക്കണം. അങ്ങനെ ശിവാജി സാറിന്റെ കാലിൽ വീണ് തുടങ്ങിയതായി പരിപാടി. അങ്ങനെയാണ് യാത്ര. അത് പ്രയോജനമുണ്ടായി. കാരണം അതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടാനില്ലല്ലോ. അവിടെ നിന്നാണ് പിന്നെ പിറ്റേ ദിവസം ചായ അടിക്കാൻ തുടങ്ങിയത്. ഒരാഴ്ച ഭാരതപ്പുഴ തീരത്ത് ചായ അടിച്ചു. ചായക്കട തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അടിച്ചു വയനാടിന്. ഞാൻ ചായ അടിച്ചു കൊടുത്തു, പാത്രം നിറഞ്ഞു, പൈസ ഉടനെ തന്നെ പോയി. എന്തിലേക്കാ അച്ഛനാന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ പോയോ അവിടെ? ഇല്ലല്ല, പോണം അല്ലേ? അച്ഛൻ ഇനി എന്നാ അപ്പോയിന്റ് ചെയ്യണമെന്ന് അറിയില്ല. സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മുടെ ഇന്ദുലേഖയുടെ കാര്യം, ഇന്ദുലേഖ പുതിയ പാട്ട് പടം എന്തൊക്കെയാണ്? ഇപ്പൊ എന്റേതായിട്ടുള്ള റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ ആരുടെ റൂട്ടിലാ ഓടിയത്? അല്ല, മൂവീസ് അല്ലാതെ ഞാനൊരു യൂട്യൂബർ. ഞാൻ വിചാരിച്ചു ഇന്ദുലേഖ യൂട്യൂബിൽ ഇല്ല, അതൊരു ഓഡിയൻസ് ആയിട്ട് ഇപ്പൊ കണക്ട് ചെയ്യാനുള്ള ഏറ്റവും ടിവിയിലൊക്കെ വരുന്ന പോലെ. അതെ അതെ അതെ, എല്ലാവരോടും കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം യൂട്യൂബ്, സോഷ്യൽ മീഡിയ. മറ്റേ ആനക്കൊമ്പൻ അല്ലേ, അത് നല്ല റീച്ച് കിട്ടി. സാറാണ് ഏറ്റവും റീച്ച് തന്ന ആള് 24. അതെ 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 അതെ, വാർത്താ പ്രശ്നമാക്കി. സാറ് പറഞ്ഞല്ലോ ഇന്ദുലേഖ അറിയാമല്ലോ, നമ്മുടെ ജയരാജ് വാര്യർ മകൾ. അപ്പൊ കവിതകൾ, പാട്ടുകൾ, ഡെയിലി ലൈഫ് വ്ലോഗ്സ് എല്ലായിട്ട് ഇങ്ങനെ പോണു. ഒപ്പം റാപ്പ് ഉണ്ട്. ലേഡി റാപ്പർ എന്നാണോ പേര്? റാപ്പർ. നമുക്ക് ആനക്കൊമ്പലും തുടങ്ങിയാലോ? ദേശം, NK ദേശം അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട്. എനിക്കൊന്ന് ഇന്ദുലേഖ കവിതയോടൊക്കെ കുറച്ച് താല്പര്യം, അടുപ്പൊക്കെ ഉണ്ടല്ലേ? ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ. അതെ 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 അതെ, അത് തന്നെയാണ്, ആ റൂട്ട് തന്നെയാണ്, ആ ബ്ലെസ്സിങ്സ് തന്നെയാണ്. പിന്നെ ഇപ്പോഴാണ് കൂടുതൽ കവിതകൾ കേൾക്കാനും വായിക്കാനൊക്കെ വേണ്ടി അച്ഛന്റെ ലൈബ്രറിയിലേക്ക് പോണത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പോ ജയരാജ്, നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. ആയിക്കോട്ടെ. അമ്പലഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ, വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ, കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ, കാലിൽ തുടലു കിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ, ആനക്കൊമ്പനെ ആകെ പാടെ കാണാനഴ
കാണാനഴകുണ്ടേ കാണാനഴകുണ്ടേ കാണാനഴകുണ്ടേ.